Dear students, നമ്മൾ അടുത്ത് നോക്കുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്. എച്ച് ടെസ്റ്റ് എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പം ക്രുസ്കൽ വാലിസ് ടെസ്റ്റും ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. അപ്പോൾ ഇവിടെ കമ്പാരിസൺ നടക്കുന്നത് ബിറ്റ്വീൻ 3 or more സാമ്പിൾസ്. അപ്പോൾ അതാണ് ഈ ക്രുസ്കൽ വാലിസിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് പാരാമെട്രിക് ടെസ്റ്റിൽ നോക്കിയാൽ അറിയാം, പാരാമെട്രിക് ടെസ്റ്റിൽ നമ്മൾ 2 or more സാമ്പിൾസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന എവിടെയാണ്? അനോവയിലാണ് നമ്മൾ ആ കമ്പാരിസൺ നടത്തുന്നത്. 2 or more സാമ്പിൾസ് കമ്പാരിസൺ നടത്തുന്നതാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന അനോവയിലെ എഫ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഈ ക്രുസ്കൽ വാലിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്, വിച്ച് വി ക്യാൻ യൂസ്ഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോർ വിച്ച് വൺ? അനോവ. അനോവയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ഇത് ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്. അപ്പോൾ ഈ ക്രുസ്കൽ വാലിസ് ടെസ്റ്റ് അനോവയുടെ എല്ലാ അസംഷൻസും മെറ്റ് ചെയ്യാറുണ്ട്. അപ്പം അനോവയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മോർ ദാൻ 2 വേരിയബിൾസ് ആണ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് അനോവയിൽ. അപ്പം അതിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? എഫ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ അസംഷൻസ് ഉണ്ട്. ആൻഡ് ദ മെയിൻ അസംഷൻ ഈസ് ദാറ്റ് ദ population should be normally distributed എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. സോ വെൻ ദാറ്റ് അസംഷൻ ഇസ് നോട്ട് മെറ്റ്, വി ക്യാൻ യൂസ് ദിസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ദാറ്റ് ഈസ് ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്. ആൻഡ് അവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? എച്ച് ടെസ്റ്റ് ആണ്. സോ വി ക്യാൻ സീ ഇറ്റ് ഇസ് എ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് വിൽകോക്സൺ മാൻവിറ്റ്നി ടെസ്റ്റ്. അതെന്താണെന്ന് നമ്മൾ പറയും. അപ്പം അനോവയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് എന്ത്? ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്. അവിടെ നമ്മൾ എച്ച് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അനോവയിൽ നമ്മൾ എഫ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ക്രുസ്കൽ വാലിസിൽ എച്ച് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നോക്കുക. എച്ച് ഇസ് ഈക്വൽ ടു 12/n × n+1 r1² കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. എത്ര എണ്ണം ഒബ്സർവേഷൻ കെ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കെ ഇസ് കോൺസ്റ്റൻറ്റ് ഓർ 2 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ കംപ്രസ്ഡ് ഫോമാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതാണ് ഇക്വേഷൻ. പ്രോബ്ലം നമുക്ക് നോക്കാം. A dietitian selected a homogeneous group of 23 persons and placed them in 3 groups. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ എത്ര ഉണ്ട്? 3 സാമ്പിളുകൾ ഉണ്ട്. More than 2 ആണ്. Each subgroup trying a different plan. Each plan was tried for a period of 30 days. The following observation of weight losses in rupees were recorded for members of each group after this period of 30 days. അപ്പോൾ 3 ഡയറ്റ് പ്ലാനുകളാണ്. 3 ഡയറ്റ് പ്ലാനിലുള്ള 3 സാമ്പിൾസിൻ്റെയാണ് പറയുന്നത്. യു ആർ റിക്വയർഡ് ടു ടെസ്റ്റ് വെദർ ദീസ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് പ്ലാൻസ് ഹാവ് സിമിലർ വെയ്റ്റ് റെഡ്യൂസിങ് എഫക്റ്റ് ഓർ നോട്ട്. അപ്പം നമുക്ക് അതാണ് 3ഉം സെയിം ആണോ, അനാലിസിസ് ഓഫ് വേരിയൻസ് ഉണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം n എന്ന് പറയുന്നത് 3ലും 3 n. ഇവിടെ എത്രയാണ്? ഇവിടെ 6 ആണ്. ഇവിടെ എത്രയാണ്? 8 ആണ് അല്ലേ? 8 വരുന്നുണ്ട്. ആൻഡ് ഇവിടെ എത്രയാണ്? 9 വരുന്നുണ്ട്. ഓക്കെ, അപ്പം n1 6, n2 8, n3 9 എന്ന് നമുക്ക് കിട്ടി. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ സ്കോറുകളെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഓരോ സ്കോറിനെയും നമ്മൾ ഇൻഡിവിജ്വലി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്കിതിൽ നോക്കിയാൽ കാണാം ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? 2.8 ആണ്. സോ അതായിരിക്കും ഫസ്റ്റ് വരിക 2.8. നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സാമ്പിൾസ് നോക്കുന്നില്ല, എല്ലാം ഒരുമിച്ചാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. ദെൻ വി ആർ റാങ്കിങ് അസെൻഡിങ് ഓർഡറിലാണ്. സ്മോളസ്റ്റ് വാല്യൂസ് ഗിവൻ ദ ഫസ്റ്റ് റാങ്ക്. അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യുന്നു. അങ്ങനെ റാങ്ക് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. ഫുൾ നമ്മൾ റാങ്ക് ചെയ്ത് കഴിഞ്ഞു. 23 വരെ വന്നു, റാങ്ക് വന്നു. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ റാങ്കിനെ നമ്മൾ ഓരോ ഡയറ്റ് പ്ലാൻ അനുസരിച്ച് പിന്നെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലാനിൽ വന്നേക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ആ ഐറ്റംസിനെയൊക്കെ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഫസ്റ്റ് പ്ലാൻ ഇതായിരുന്നു. ഈ ഒരു ഫസ്റ്റ് പ്ലാനിൽ വരുന്ന ഐറ്റംസിനെ നമ്മളെല്ലാം എഴുതുന്നു. ഈ ഫസ്റ്റ് പ്ലാനിൽ വന്ന ഈ ഐറ്റംസിനെ എത്രയാണ് റാങ്ക് കിട്ടിയേക്കുന്നത്? നമ്മൾ ഫുൾ ഒരുമിച്ച് റാങ്ക് ചെയ്തേക്കുന്ന റാങ്കുകൾ എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ. ദെൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുകയാണ്. സം ഓഫ് റാങ്കിൻ്റെ ഓരോന്നിൻ്റെയും സമ്മ് അഗ്രിഗേറ്റ്, ഇതിൻ്റെ ടോട്ടൽ, അങ്ങനെ റാങ്കിൻ്റെ സമ്മ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ പിന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ, അതിനുശേഷം ആണ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ H0 എന്താ, എഫക്റ്റീവ്നെസ് ഓഫ് ഓൾ ദീസ് 3 ഡയറ്റ് പ്ലാൻസ് ഈസ് സെയിം. നമ്മളതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. 3 ഡയറ്റ് പ്ലാൻ എടുത്താലും ഒരേ എഫക്റ്റ് ആണോ കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അതാണ്. N എത്രയാണ്? ടോട്ടലാണ്. N 23 ആണ്. ഓക്കെ, അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ R എന്ന് പറയുന്നത് എന്താണ്? റാങ്കാണ്. അത് നമുക്ക് മനസ്സിലായി. R എന്ന് പറയുന്നത് റാങ്കാണ്, റാങ്കിൻ്റെ ടോട്ടലാണ്. ഓരോ സാമ്പിളിലും വന്നേക്കുന്ന റാങ്കുകളുടെ ടോട്ടലാണ് എന്ത്? R1 എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ക്രുസ്കൽ വാല്യൂസ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? മോർ ദാൻ 2 സാമ്പിൾസ് ഉള്ള കേസിലാണ് നമ്മൾ ക്രുസ്കൽ വാല്യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ മിനിമം എത്രയെങ്കിലും ഉണ്ടാവും? മിനിമം ഈസ് 3. അവിടെ മിനിമം ആണ് 3 എന്ന് പറയുന്നത്. 3ൽ കൂടുതലേ എപ്പോഴും എന്തുണ്ടാവുക? സാമ്പിൾസ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ R1, R2, R3 എന്ന് വരുന്നത് അവിടെ ഉണ്ടാവണം. അതിൽ കൂടുതലായിരിക്കും എപ്പോഴും സാമ്പിൾസ് ഉണ്ടാക്കുക. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ ക്രുസ്കൽ വാല്യൂസും അനോവയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ R1, R2, R3 എന്ന് പറഞ്ഞാൽ അത് എത്ര വേണമെങ്കിലും പോകാം. R നമ്മൾ K വെച്ചാൽ കൊടുത്തേക്കുന്നത്, കോൺസ്റ്റൻറ്റ്. അത് എത്ര വേണമെങ്കിലും, നമ്പർ എത്ര വരെയാണ് എക്സീഡ് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അപ്പം R1 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ഇതാണ് R1. ദിസ് ഈസ് R2 ആൻഡ് ദിസ് ഈസ് R3. അത് മൂന്നും നമ്മൾ എഴുതി, ദെൻ ഡിവൈഡഡ് ബൈ അതിൻ്റെ കോൺസിക്യൂട്ടീവ് നമ്പർ ഓഫ് സാമ്പിൾസ്. ഇവിടെ എത്രയാണ്? 6 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 9 ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തു. ദെൻ ടോട്ടൽ ഇസ് 23. ഈ 12 കോൺസ്റ്റൻ്റ് ആണ്, ഇക്വേഷനിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വാല്യൂ കിട്ടും. അപ്പം അതാണ് നമ്മൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടി? ഫൈനൽ ആൻസർ ഇസ് ദിസ് വൺ, 14.68 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പം ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ വാല്യൂവിൽ നമുക്ക് കോമൺ ഡിഫറൻസ് നോക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ടേബിൾ വാല്യൂ നോക്കുക, 5.991 ആണ്. സോ ഇവിടെ എന്താണ്? H വാല്യൂ ഈസ് ഹയർ ദാൻ ദ ടേബിൾ വാല്യൂ. H value is higher than the table value. That is, table value എത്രയാണ്? 5.991 ആണ്. That means we are rejecting the null hypothesis. അതായത് 3 ഡയറ്റ് പ്ലാനുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 3ഉം സെയിം ആയിരിക്കില്ല എന്നാണ് നമ്മുടെ സ്റ്റഡി പറയുന്നത്. 3ഉം ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. സോ ഇത് ക്രുസ്കൽ വാല്യൂസ് കാണുന്ന എത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നമുക്ക് തന്നേക്കുന്ന 3ൽ കൂടുതലുള്ള സാമ്പിൾസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. വി ആർ അറേഞ്ചിങ് ദം ഇൻ അസെൻഡിങ് order and we are giving the rank accordingly. After that, after ranking the samples, we are just writing this sample according that is given as if it is given in the question itself, and then we are taking the rank out of this sample, and when we are aggregating the rank, and that is R1, R2, R3, then we are just moving on to the final equation and solving the equation, finding the value, comparing it with the table value, and if the value is less than the table value, we will accept the null hypothesis and vice versa. That is happening in Kruskal Wallis test. And once again I am saying that Kruskal Wallis test is used in case of samples, that is more than 3 samples, more than 2 samples. When a comparison is occurring between more than 2 samples and the samples doesn't satisfy the assumptions of parametric test, then in that case we are using this non-parametric test Kruskal Wallis, and the test used here is H test. So these are the main points that should be kept in mind while doing the Kruskal Wallis test. Then നമുക്ക് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, കൊഗ്ലോമെറോ-സ്മിർനോവ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റിന് നമുക്ക് പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, ബട്ട് ടെസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കൊഗ്ലോമെറോ-സ്മിർനോവ് ടെസ്റ്റാണ്. അപ്പം ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കൊഗ്ലോമെറോ-സ്മിർനോവ് ടെസ്റ്റിൽ സിമ്പിൾ ടെസ്റ്റാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2 or more സാമ്പിൾ, നമുക്ക് ഒന്നിൽ കൂടുതൽ സാമ്പിൾ ഉണ്ട്. ആ സാമ്പിൾ വന്നിരിക്കുന്നത് സെയിം പോപ്പുലേഷനിൽ നിന്നാണോ അല്ലെങ്കിൽ സെയിം ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കൊഗ്ലോമെറോ-സ്മിർനോവ് ടെസ്റ്റ്. ദാറ്റ് ഈസ് ഓൾസോ എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അതിനും എന്താവശ്യമില്ല? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമില്ല. അപ്പം
പാരാമെട്രിക് ടെസ്റ്റുകളുടെ മെയിൻ ഫീച്ചർ, മെയിൻ അസംഷൻ ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ആകാത്ത സിറ്റുവേഷനുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെല്ലാം യൂസ് ചെയ്യേണ്ടി വരുന്നത്. വെൻ ദാറ്റ് അസംഷൻ ഈസ് സാറ്റിസ്ഫൈഡ് വി ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് വിച്ച് ടെസ്റ്റ്, പാരാമെട്രിക് ടെസ്റ്റ്. ബട്ട് ഇൻ കേസ് when this assumption, that is normal distribution, is not followed, we are compelled to use this non-parametric test. So this conglomerate-Monro test is used to test whether two or more samples that we have taken has come from the same population distribution.